ഇന്ത്യയെ നടുക്കിയ പഹൽഗാം ദുരന്തത്തിൽ നരേന്ദ്രമോദിയെയും ബി.ജെ.പി. സർക്കാരിനെയും അടച്ചാക്ഷേപിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനാണ് മോദി സർക്കാരിന്റെ ഭരണ പരാജയമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്ന തീവ്രവാദ പ്രവർത്തനമെന്ന് എണ്ണിപ്പറഞ്ഞ് രംഗത്ത് വന്നത്. മോദി സർക്കാരിനെ നാണം കെട്ട ഗവൺമെന്റ് എന്നാണ് കെ സുധാകരൻ വിശേഷിപ്പിച്ചത്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നും അത് പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത വെറും നാണം കെട്ട ഗവൺമെന്റ് ആണ് എന്നുമാണ് മോദി സർക്കാരിന് നേരെയുള്ള സുധാകരന്റെ ശക്തമായ വാക്കുകൾ. എന്താണ് പഹൽഗാമിൽ ഉണ്ടായത്? എന്ത് ചെയ്തു? അതിനെതിരെ എന്തു പറഞ്ഞു? പാകിസ്ഥാനോട് നിങ്ങൾ എന്തു പറഞ്ഞു? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മോദി സർക്കാരിനോട് കെ സുധാകരൻ ചോദിക്കുന്നത്. സുധാകരൻ വാർത്തയൊന്നും കാണാത്തതാണോ, ഇനി കേൾക്കുന്നതൊന്നും മനസ്സിലാകാത്തതാണോ എന്നറിയില്ല. കേരളത്തിലെ കോൺഗ്രസുകാരുടെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. കുറഞ്ഞ പക്ഷം സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നത് 100% ശരിയായിരിക്കുമ്പോഴും ചില നടപടികൾ ഇന്ത്യ ഗവൺമെന്റ് കൈക്കൊള്ളുന്നു എന്ന കാര്യം കേട്ടില്ല എന്നും കണ്ടില്ല എന്നും പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെങ്കിലും വിലമതിക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ. ഇന്ത്യ ഇത്രയും വലിയൊരു ദുരന്തം നേരിടുമ്പോൾ ശത്രു രാജ്യമായ പാകിസ്ഥാനെതിരെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ, ജാതി, മത, വർഗ ഭേദമന്യേ ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ട സമയത്ത് പരസ്പരം രാഷ്ട്രീയ ചേരിപ്പോര് നടത്തുന്നതും ചെളിവാരി എറിയുന്നതും അത്ര ഉചിതമാണ് എന്ന് പൊതുജനത്തിന് അഭിപ്രായമില്ല. കാശ്മീരിന്റെ മണ്ണിൽ വീണ മലയാളിയുടെ ഉൾപ്പെടെ ചോരക്കറ ഇനിയും മാറിയിട്ടില്ല എന്നെങ്കിലും കുറഞ്ഞ പക്ഷം ചേരിപ്പോര് നടത്തുന്നവർ അറിഞ്ഞിരിക്കണം. മരിച്ചവരുടെ ശവശരീരം പോലും ഇപ്പോഴും മറവ് ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ തോർന്നിട്ടില്ല. ആ കാഴ്ച കണ്ടു നിൽക്കേണ്ടി വന്ന ഉറ്റവരുടെയും ഉടയവരുടെയും നെഞ്ചിടിപ്പ് താഴ്ന്നിട്ടില്ല. പ്രായപൂർത്തിയായവർ മാത്രമല്ല, ചെറിയ കുഞ്ഞുങ്ങൾ വരെ സാക്ഷിയാണ് ഇന്ത്യയിലെ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടത്തിന്. ഒരായുസ് മുഴുവൻ അവരുടെ കണ്ണിൽ നിന്ന് ആ കാഴ്ച മായില്ല. ചെവിയിൽ നിന്ന് ആ വെടിയൊച്ച ഇല്ലാതാകില്ല. അപ്പോഴാണ് കേവലം നാണം കെട്ട രാഷ്ട്രീയം ഇതിന്റെ പേരിൽ കളിക്കുന്നത്. പുച്ഛമാണ് രാഷ്ട്രീയക്കാരെ, പരമപുച്ഛം. ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ അറിയാത്ത ഗതികെട്ട നാണം കെട്ട പാർട്ടി എന്ന് ബി.ജെ.പിയെ പറയുന്ന കെ സുധാകരൻ കോൺഗ്രസുകാരെ ഭരിക്കാൻ ബി.ജെ.പി പഠിപ്പിക്കേണ്ട എന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കണ്ടും കേട്ടും ഭരിച്ചും ഇന്ത്യയുടെ ഭരണത്തെ പറ്റി നല്ല ധാരണയുള്ളവരാണ് കോൺഗ്രസുകാരെന്നും പറയുന്നു. ഭരണ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ആ പാർട്ടിയെ ഭരിക്കാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നും ഒക്കെ വലിയ വീറോടെ വിളിച്ചു പറയുമ്പോൾ കാശ്മീരിൽ ഭീകരവാദത്തിനെതിരെ കുറെ സൈനികർ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ് സുധാകരൻ. ഏത് പാർട്ടിയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഇപ്പോൾ അല്ല പരസ്പരം ഇതൊക്കെ പറഞ്ഞ് വലിയ ആളാകേണ്ടത്. ഇന്ത്യയിൽ നിന്ന് തീവ്രവാദം തുടച്ചു മാറ്റേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യമാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും തീവ്രവാദികൾ കൊന്നൊടുക്കിയിട്ട് രാഷ്ട്രീയക്കാരനായി കോൺഗ്രസുകാരനോ ബി.ജെ.പിക്കാരനോ ഒന്നും നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ ഒരു കാര്യവുമില്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ഭരിക്കാനെങ്കിലും ഇവിടെ പൊതുജനം വേണ്ടേ? നിങ്ങൾക്ക് വോട്ട് തരാനെങ്കിലും പൊതുജനം വേണ്ടേ? ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റിയുള്ള കേരളത്തിലെ ബി.ജെ.പിക്കാരന്റെയും കോൺഗ്രസുകാരന്റെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജ്യത്ത് എന്ത് നടക്കുന്നു, രാജ്യസുരക്ഷ എത്ര കണ്ട് അനിശ്ചിതത്വത്തിലാക്കുന്നു എന്നതൊന്നും അറിയാതെയാണ്. ഓരോ മനുഷ്യരുടെയും ജീവൻ നൂൽപ്പാലത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്ന് പോലും ഇവിടത്തെ നേതാക്കന്മാർക്ക് അറിയില്ല, അറിയുകയും വേണ്ട. രാജ്യത്തിന്റെ ദുരന്തത്തിലോ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ജീവനിലോ നിങ്ങൾക്ക് വേദന ഇല്ലെങ്കിൽ വേണ്ട. കുറഞ്ഞ പക്ഷം ഇതൊന്നും അവസാനിക്കും വരെ, ആ ചോര ഒന്ന് ആറി തണുക്കും വരെ മിണ്ടാതിരിക്കാനുള്ള ബോധമെങ്കിലും കാണിക്കാൻ പാടില്ലേ എന്ന് മാത്രമാണ് കേരളത്തിലെ, ഇന്ത്യയിലെ മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനും ചോദിക്കാനുള്ളത്.